ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൽ ഏതാണ്ട് സീസ് ഫയർ ഒരു പരിധിവരെ ഓക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഏതാണ്ട് 735 തടവ് പുള്ളികളെ ഇസ്രായേൽ ചെക്ക് ചെയ്ത് നെയിം എല്ലാം വെരിഫൈ ചെയ്ത് ലിസ്റ്റൊക്കെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ തന്നെ ഇവരെ റീലൊക്കേറ്റ് ചെയ്യും. അതേപോലെ ഒരു ഞായറാഴ്ച 4 മണി 4:30 ഇവരെ കംപ്ലീറ്റ് കാര്യങ്ങളും റെഡിയാക്കി ഇവരെ റിലീസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും ഒരു 4:30 മണിയെങ്കിലും ആവും ഞായറാഴ്ച ഇവരെ റിലീസ് ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മളൊരു 3 തീവ്രവാദികളുടെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 തീവ്രവാദികൾ ഇതിനകത്ത് റിലീസ് ആകുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അവർ ലൈഫ് ടൈം പ്രിസണേഴ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അതായത് ഹമാസ് ഇവരെ കൂടാതെ ഒരു 3 പേരെ കൂടെ ആവശ്യപ്പെട്ടിരുന്നു. അത് ഇസ്രായേൽ കൊടുക്കുന്നില്ല. അതിന് പകരം ഈ ഒരു ലൈഫ് ടൈം പ്രിസണേഴ്സ് ആയിട്ടുള്ള ഈ ഒരു 3 പേരെ കൊടുക്കുകയാണ്. ഈ 3 പേരും തന്നെ മാരകമായിട്ടുള്ള തീവ്രവാദികളാണ്. അതിൽ ഒരുത്തന്റെ പേര് നമ്മൾ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മർവാൻ ബുഗാട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ഈ മർവാൻ ബുഗാട്ടിയെ കുറിച്ച് ഞാൻ ഓൾറെഡി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സിൻവറിന് പകരക്കാരനായിട്ട് വരാൻ പാകത്തിനുള്ള ഒരാളാണ് ഈ ഒരു മർവാൻ. ഈ മർവാൻ ഇനി ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് ഇനി ഇസ്രായേൽ അനുവദിക്കുമോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇത് ഈ മർവാൻ എന്ന് പറഞ്ഞത് അൽ ഖുദ്സ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു തീവ്രവാദ സംഘടനയിൽപ്പെട്ട വ്യക്തിയാണ് ഈ ഒരു മർവാൻ ബുഗാട്ടി എന്ന് പറയുന്നത്. ഇയാൾ ഏതാണ്ട് 2002 അറസ്റ്റിലായതാണ്. റമല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, ഇയാൾ നല്ല രീതിയിലുള്ള ആയുധക്കടത്ത് ചെയ്യുന്ന പുള്ളിയായിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് തന്നെ ഇയാള് അന്നത്തെ ഈ ബ്രിഗേഡുകൾക്കെല്ലാം ഈ ഒരു തീവ്രവാദ സംഘടനകൾക്കെല്ലാം നല്ല രീതിയിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ചുമതല ഇയാൾക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഇയാൾ വന്നു കഴിഞ്ഞാലും ആ പ്രവൃത്തി തന്നെ ചെയ്യും. കാരണം അവർ ലെജിറ്റിമേറ്റ്ലി അത് അവരുടെ പുണ്യപ്രവൃത്തിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കുറ്റബോധത്തോടു കൂടി അവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് പിടിച്ച് ജയിലിലിട്ടത് കൊണ്ട് അവർ കുറ്റം സമ്മതിച്ച് അയ്യോ ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരു രീതിയിലുള്ള കുറ്റമല്ല ഇത്. ഇതൊരു റിച്വലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് അവർക്ക് ഒരു ആത്മീയതയും ഒരു ആത്മസംതൃപ്തിയും നൽകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അവർ കരുതി ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇതൊരു കുറ്റമായിട്ട് കരുതിക്കൊണ്ട് അവർ ഒരിക്കലും ഇതിൽ നിന്ന് തിരിച്ച് കരകയറുന്ന ഒരു ഏർപ്പാടില്ല. അവരിത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ. ഇൻഫാക്ട് അവർ എത്ര കാലം ജയിലിനകത്ത് ഇരുന്നോ നിമിത്തമാണ് എന്ന് കരുതുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഈ ഒരു സീസ് ഫയറിലൂടെ ഇവരിങ്ങനെ പുറത്താകുന്നതും അതും അവർ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അതാണ് അതിന്റെ ഒരു രീതി. അല്ലാതെ നമ്മൾ ജയിൽ മോചിതനായി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ആൾക്കാരല്ല അവര്. ഇത് നിമിത്തമാണ്. ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് ആരോ നിയന്ത്രിച്ചിട്ടാണ് ഈ ഒരു റിലീസൊക്കെ നടക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു വിശ്വാസം പുലർത്തുന്ന ആൾക്കാരാണ് ഈ വക ആൾക്കാർ. അപ്പൊ അതിലൊരുത്തനാണ് ഈ മർവാൻ ബുഗാട്ടി. അവൻ പുറത്ത് ഇറങ്ങും ഉറപ്പാണ്. ഹമാസിന്റെ 2 തീവ്രവാദികൾ കൂടെ ഇനിയുണ്ട് ഇതിന്റെ കൂടെ. വായൽ കാസിം, വിസാം അബ്ബാസ് എന്ന് പറഞ്ഞ 2 ഹമാസിന്റെ തീവ്രവാദികളും കൂടെ ഇതിൽ പുറത്താകുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് 735 തീവ്രവാദികളെ ഇസ്രായേൽ തുറന്നു വിടുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ള വാർത്ത. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സീസ് ഫയർ എന്തുകൊണ്ടാണ് ഇസ്രായേൽ അംഗീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്കഷനും അതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള ആർട്ടിക്കിളും ജെറുസലേം പോസ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലവർ കൊടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിനിസ്റ്റേഴ്സിനെയും കൺവിൻസ് ചെയ്യാൻ അവരെടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ദികൾ ഏതാണ്ട് 450 ദിവസങ്ങളായിട്ട് ഈ ബന്ദികൾ ഇങ്ങനെ ഈ ഹമാസിന്റെ കസ്റ്റഡിയിൽ കഴിയുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരനുഭവിച്ചുകൊണ്ട് വരുന്ന ഒരു മാനസിക സമ്മർദ്ദം, അവരനുഭവിക്കുന്ന ഒരു പ്രഷർ, ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഇങ്ങനെ ഒരു ബന്ദിയായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ, അതിൽ ആ ഒരു കാലഘട്ടത്തിൽ അവർ നേരിടേണ്ടി വരുന്ന ക്രൂരതകൾ, പീഡനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതൊക്കെ തന്നെയാണ് ഇസ്രായേലിനെ ഈ ഒരു തീരുമാനം എടുക്കാൻ കൂടുതൽ പ്രേരിപ്പിച്ചത്. അതിൽ കൂടുതൽ ഇതിനു മുമ്പ് തന്നെ റിലീസ് ചെയ്യപ്പെട്ട കുറച്ച് ദിവസങ്ങൾ മാത്രം ഹമാസിന്റെ ബന്ദികളായിട്ട് ഇരുന്ന് അതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട മോചിപ്പിക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അവരുമായിട്ട് നടത്തിയ ഡിസ്കഷൻസ് വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ ആണ്. അതിൽ ഉണ്ടായിരുന്ന ലേഡീസ് ഒക്കെ കൊടുത്ത എക്സ്പ്ലനേഷൻസ്, അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു ലീഡേഴ്സിന്റെ മനസ്സ് മാറുകയാണ് ചെയ്തത്. ആ രീതിയിലാണ് ഇപ്പൊ അത് വോട്ടിനിട്ട് പാസ്സാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ പ്രാഥമിക ഘട്ടത്തിൽ ഇപ്പം ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ എങ്ങനെയാലും ഈ ഒരു ബന്ദികളെ മോചിപ്പിക്കുക. അതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു കർത്തവ്യമായിട്ട് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പം തുടർന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഈ ബന്ദികളെ നഷ്ടപ്പെടും. പക്ഷേ ഈ ബന്ദികളെ നഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ അഥവാ ഈ ഒരു 100 ബന്ദികളെ നമ്മൾ ഇഗ്നോർ ചെയ്ത് എന്നിട്ട് നമ്മൾ ഹമാസിനെ അങ്ങ് അടിച്ച് പൊട്ടിക്കുകയാണ്, എന്നാൽ ഈ ഒരു ആശയം അവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. ഈ ആശയം അങ്ങനെ നിൽക്കില്ല. ഇന്ന് ഹമാസ് ആണെങ്കിൽ നാളെ വേറൊരുത്തൻ വരും അവിടെ, ഉറപ്പാണ്. കാരണം ഇത് ഫണ്ടമെന്റലിസമാണ്.
അത് ഇസ്രായേൽ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവരെന്താണോ ഒരു ടാക്ടിക്സ്, അവരെന്താണോ ഒരു ക്രൂഡ് മെന്റാലിറ്റി, അവരെന്താണോ ഒരു പറ്റിക്കൽ മനോഭാവം കൊണ്ട് നടക്കുന്നത്, അതുപോലെ ചില യുക്തികൾ ഇസ്രായേലും പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതാണ് വളരെ ടാക്ടിക്സ് ആയിട്ട് ഈ ഒരു വിഷയത്തിൽ ഇസ്രായേൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതില് ഉറപ്പാണ് വാർ അവസാനിക്കുന്നില്ല. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വാർ ഇതിനകത്ത് അവസാനിക്കുന്നില്ല, യുദ്ധം അവസാനിക്കുന്നില്ല. രണ്ടാമതൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹമാസിനെ ഗാസയ്ക്കുള്ളിൽ എൻ്റർ ചെയ്യാമെന്നോ ചെയ്യരുതെന്നോ ഈ ഒരു എഗ്രിമെന്റിൽ പറയുന്നില്ല. പക്ഷേ ഇസ്രായേലിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഹമാസിനെ ഗാസയ്ക്കുള്ളിൽ കയറ്റരുതെന്നാണ്. അപ്പൊ അതിനകത്ത് എഴുതിയൊരു വിയോജിപ്പും ആ ഒരു വിഷയം ഡിസ്കഷനിൽ കൊണ്ടുവരണ്ട എന്ന് തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എഗ്രിമെന്റിൽ ഈ ഒരു ഹമാസ് ഗാസയ്ക്കുള്ളിൽ പെർമിറ്റഡ് ആണോ ഇല്ലയോ എന്ന് മെൻഷൻ ചെയ്യാത്തത്. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹമാസിന് ഒരു അവകാശം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ലേറ്റർ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഗാസയ്ക്കുള്ളിൽ എൻ്റർ ആകുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റാക്കിന് ഇറങ്ങാനുള്ള സാധ്യത ഇതിനകത്ത് രൂപപ്പെട്ട് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു എഗ്രിമെന്റിൽ അത് ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റീസിന്റെ അടുത്ത് ഇവർ പറയും, ഇസ്രായേൽ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്, ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ആണ് ഈ ഗാസയെ ഭരിക്കേണ്ടതെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഹമാസ് വരുന്നതിനെ ഇസ്രായേൽ നഖശിതാന്തം എതിർക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സീസ് ഫയർ ആയി, അതുകൊണ്ട് ഇസ്രായേൽ അങ്ങ് അടങ്ങി ഒതുങ്ങി മൂലയിലിരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് കൃത്യമായി ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാൻ ആണ്. ഈ പ്ലാനിലൂടെ അവർക്ക് എങ്ങനെയും ബന്ദികളെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു ടൈം. അതായത് ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന് ട്രംപിന്റെ ഇനോഗ്രേഷൻ, 2 ട്രംപ് പറഞ്ഞ ഒരു വാക്ക്, അതായത് വരാൻ പോകുന്ന പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സീസ് ഫയർ ഉണ്ടാക്കി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അത് ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പൊ അതിലൂടെ ഒരു പ്രസ്റ്റീജിയസ് പ്രസിഡന്റ് ആയിട്ട് പോയിട്ട് ഒന്ന് ചുമതല ഏൽക്കാം ട്രംപിന്, അതൊരു സൈഡ്. രണ്ടാമത്, ട്രംപിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് പ്രോ ജൂവിഷ് ആൻഡ് ജൂവിഷ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വെറുതെ പോകുന്ന ഏർപ്പാടല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അമേരിക്ക ഒന്നും ചെയ്തില്ലെങ്കിലും ഇസ്രായേൽ ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ഇതിനകത്ത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു ഡിസ്കഷൻ വന്നിരിക്കുന്നതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 50,000 പേര് ആ ഗാസയ്ക്കുള്ളിൽ പാലസ്തീനികളായിട്ടുള്ള വ്യക്തികൾ കൊല്ലപ്പെട്ടിട്ടും ഇപ്പം സീസ് ഫയർ വന്നപ്പോഴത്തേക്കും ഹമാസ് വിജയിച്ചു എന്ന് തുള്ളിച്ചാടുന്ന, ആഘോഷം കൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് അർമാദിക്കുന്ന ഈ ജനക്കൂട്ടം, ഈ ഒരു 3000 പേർക്ക് ജയിലിൽ കിടന്ന് റിലീസാവാൻ പോകുന്ന ജയിൽ പുള്ളികളായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത തീവ്രവാദികളായിട്ടുള്ള തീവ്രവാദികൾ 3000 പേര് രക്ഷപ്പെടുമ്പോഴത്തേക്കാണ് ഇവര് വിജയിച്ചു എന്ന് പറഞ്ഞ് വിജയാഘോഷം നടത്തുന്നത്. ഈ 3000 പേരും ഈ 50,000 പേരും ഒന്നാണോ? അപ്പൊ 1,00,000 പേരല്ല, ആ ഗാസയ്ക്കുള്ളിൽ ജീവിക്കുന്ന 20 ലക്ഷം പേര് മരിച്ചാലും ഇവന്മാര് ഈ ഒരു ബന്ദികളെ വിട്ടുതരില്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. കാരണം വേറെ ഒന്നുമില്ല, ഇവന്മാർക്ക് ആ 3000 പേര്, ഈ 3000 പേര് പോലും ഇല്ല, ഒരു 6-7 പേർ ഈ ഒരു ജയിലിനകത്ത്, ഇസ്രായേലിന്റെ ജയിലിനകത്ത് കിടക്കുന്ന വെറും 6-7-8-10 പേർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു 50,000 അല്ല, 60,000 അല്ല, ഇനി പാലസ്തീനിൽ 1,00,000 മരിച്ചാലും ഇവന്മാര് സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. അതാണ് ഇസ്രായേലിന് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഇവന്മാരെ തന്ത്രപരമായിട്ട് ഈ ഒരു എഗ്രിമെന്റിൽ കുടുക്കി ഈ ഒരു ബന്ദികളെ വേടിച്ചിട്ട് അതിനുശേഷം പണി കൊടുക്കും ഇസ്രായേൽ. അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഈ ഒരു ഉറപ്പ് അവിടുത്തെ ഫാർ റൈറ്റ് ആയിട്ടുള്ള പാർട്ടികളിൽപ്പെട്ട ആൾക്കാരെടുത്ത് ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യ ചർച്ചകളിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോകളിലൊക്കെ അതിന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ അത് ഒന്ന് പൗസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ രീതിയിലാണ് ബെൻകിവിർ പോലെ, അതേപോലെ സ്മൂട്രിച്ച് പോലത്തെ ആൾ, അതേപോലെ ഈ ലിക്വിഡ് പാർട്ടിയിൽ തന്നെയുള്ള 2-3 പേരുണ്ട് ഫാർ റൈറ്റ് വിങ്ങിനോട് ചേർന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. ഈ ഡീലിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയ ആൾക്കാർ ഈ ലിക്വിഡ് പാർട്ടിയിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ആർക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ നെസറ്റിനുള്ളിൽ വ്യക്തിപരമായി എടുത്ത തീരുമാനമാണിത്. അതായത് ഈ ഒരു ഹോസ്റ്റേജ്, ഇത് ബന്ദികളെ, അതായത് അവരവരുടെ മക്കള് ഇതുപോലെ ബന്ദികളായിട്ട് പിടിക്കപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, ആ രീതിയിൽ ഓരോ മിനിസ്റ്റേഴ്സും അവിടെ ആ ഒരു കൺസേണിൽ വോട്ടിട്ടിട്ടാണ് ഇത് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും തന്ത്രപരമായ ഇസ്രായേലിന്റെ ഒരു നീക്കമായിട്ടാണ് ഈ ഒരു ഡീലിനെ കരുതുന്നത്. ഇതിനകത്ത് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ടെമ്പററി സീസ് ഫയർ, ടെമ്പററി സെസേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്, ഇത് താൽക്കാലിക വെടിനിർത്തലാണ്. അല്ലാതെ ഇത് ബൈഡൻ വിളിച്ചു പറയുന്ന പോലെയോ, ഖത്താർ വിളിച്ചു പറയുന്ന പോലെയോ, ഈജിപ്റ്റ് വിളിച്ചു പറയുന്ന പോലെയോ ഇതൊരു പെർമനന്റ് വാർ എൻഡിങ് അല്ല. അത് വളരെ വ്യക്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിന്റിലും, ഓരോ പോയിന്റിലും ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന ഡ്രാഫ്റ്റിൽ ഓരോ പോയിന്റിലും ടെമ്പററി സീസ് ഫയർ, ടെമ്പററി സെസേഷൻ എന്ന് വളരെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ടെമ്പററി ആണ്.
ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തുന്ന ഒരു നാടകമാണ്, വേറെ ഒന്നുമില്ല. സന്തോഷിക്കുന്നവർക്കും ആഘോഷിക്കാം. പക്ഷെ ഇസ്രായേൽ ഇത് ഒരു 1.5 മാസം കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കും. ഈ മർവാൻ ബുഗോട്ടിയും ഈ ഒരു വസീമും ഈ ഒരു അബ്ബാസിനെയൊക്കെ ഇതേ ഗാസയ്ക്കുള്ളിലിട്ട് യഹിയ സിൻവറിനെ എങ്ങനെയാണ് തീർത്തത് അതേപോലെ തീർക്കുന്ന ദിവസം വളരെ വളരെ ഇത് അടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെ തുറന്നു വിടുന്നത് തന്നെ ഇവന്മാരെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ സന്തോഷിച്ച് ഇസ്രായേലിന്റെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. യഹിയ സിൻവറും ഇതേപോലെ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. എവിടെയാണ് കടന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്മായിൽ ഹാനിയ ഉറങ്ങിയതാണ്, പിന്നെ ഉണർന്നിട്ടില്ല. ഇതുപോലെ ഇസ്രായേലിന്റെ അടുത്ത് കാണിച്ച എല്ലാ ആൾക്കാരെയും കൃത്യമായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണോ അത് ഇസ്രായേൽ കൃത്യമായിട്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിന്റെ രാജ്യങ്ങളുടെ അതിർത്തിയോ സീസ് ഫയറോ അല്ലെങ്കിൽ ഇതേപോലത്തെ എഗ്രിമെന്റുകളോ കരാറുകളോ മറ്റുള്ള രാജ്യങ്ങളോ ഒന്നും ഇസ്രായേലിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളത് ഇസ്രായേൽ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അത് വീണ്ടും തെളിയിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തിന് അവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിനകത്ത് വിജയം, തോൽവി, പരാജയം ഇങ്ങനെയൊന്നും ഇല്ല. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി കാറ്റാസ്ട്രോഫിക് ആണ്. ആ കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, അതാണ് ഇവിടെ പ്രാഥമികമായിട്ട് നോക്കുന്ന വിഷയം. അല്ലാതെ ഇതിനകത്ത് വിജയിച്ചു, അതായത് ഹമാസ് വിജയിച്ചു, ഇസ്രായേൽ വിജയിച്ചു. ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ വിജയമില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു പരാജയമാണ്, നഷ്ടക്കച്ചവടമാണ്. ഏറ്റവും കൂടുതൽ അസറ്റും ജീവനും നഷ്ടമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് യുദ്ധം. അപ്പൊ അതിനകത്ത് യുദ്ധത്തിൽ ആര് വിജയിച്ചു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. യുദ്ധത്തിന് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലോസ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിലിവിടെ ഏറ്റവും കൂടുതൽ ലോസ് ആർക്കാണെന്ന് നമ്മൾ പറയണ്ട. ഹെസ്ബുള്ളയ്ക്ക് ലോസ് ആണ്, ഹമാസിന് ലോസ് ആണ്, ഇറാന് ലോസ് ആണ്, സിറിയയ്ക്ക് ലോസ് ആണ്. ഇവരെല്ലാം പിന്തുണച്ച ആൾക്കാർക്കും ലോസ് ആണ്. അതുപോലെ ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്ത ഖത്താറിന് ആ ഫണ്ട് മൊത്തം ലോസ് ആണ്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ പിന്നെ ലോസിന്റെ കണക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇത് വളരെ വ്യക്തമാണ് ഇതുവരെയുള്ള യുദ്ധം ആർക്കാണ് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ആഘോഷവും തുള്ളിച്ചാട്ടമൊക്കെ ഉണ്ടാവും. പിന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ 735 പേരെയും നമ്മൾ റിലീസ് ചെയ്യുന്നത് ഗാസയ്ക്കുള്ളിലായിരിക്കും. അവർ തന്നെ വണ്ടിയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഇറക്കി വിടും ഗാസയ്ക്കുള്ളിൽ. കാരണം ഇസ്രായേലിന്റെ മണ്ണിൽ അവരുടെ ആ ഒരു വിജയാഘോഷം അഥവാ ഈ റിലീസ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു സന്തോഷം, ആ ഒരു ആഹ്ലാദം ഇസ്രായേലിന്റെ മണ്ണിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ മണ്ണിൽ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി 1200 പേരെ കൊലപ്പെടുത്തി 251 വരെ പിടിച്ചോണ്ട് പോയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ആ ഒരു ആഘോഷം ഇസ്രായേൽ അനുവദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗാസയ്ക്കുള്ളിൽ ഡ്രോപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇതിനെ റെഡ് ക്രോസിലുള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അതായത് റെഡ് ക്രോസ് സംഘടനയിൽപ്പെട്ട ഈ ചാരിറ്റി സംഘടന ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഇസ്രായേൽ റിലീസ് ചെയ്യുന്ന ഈ ഒരു ജയിൽ പുള്ളികളെ, തീവ്രവാദികളെ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ തരാൻ സൗകര്യമില്ല, നിങ്ങൾ ഗാസയ്ക്കുള്ളിൽ പോയി നിൽക്കുക, അവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സിറിയ എങ്ങനെയാണ് അസാദിന്റെ റെജീം വീണതെന്ന് അറിയാലോ, അതുപോലെ അബ്ദുൽ ഫത്ത അൽ സിസി, ഇത് വേറെ ആരുമല്ല, ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ്. ഈജിപ്തിന്റെ പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇന്ത്യയിൽ ഒരു വട്ടം ജനുവരി 26-ാം തീയതി നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഈജിപ്തില് പുള്ളിയുടെ ഭരണം വളരെ വളരെ മോശമാണ്. രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് അതേപോലെ എക്സ്റ്റേണൽ കടം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് ഈവൻ പ്രസിഡന്റിന്റെ പാലസ്, അതുപോലെ തന്നെ പുള്ളിക്ക് യാത്ര ചെയ്യാനുള്ള വിമാന സൗകര്യം, ഇതേപോലത്തെ പല പല പ്രൈവറ്റ് ജെറ്റ്, ഇതേപോലെ പല ഫെസിലിറ്റികൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നല്ലാണ്ട് രാജ്യത്തിലെ ജനങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഉയർന്നവരാണ്. പക്ഷെ അതേസമയം ഇതിനെ എതിർത്തുകൊണ്ട് എങ്ങനെയാണോ പണ്ട് ഈജിപ്തില് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്, തെഹരീർ സ്ക്വയർ, ഈജിപ്തിന്റെ തെഹരീർ സ്ക്വയർ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഈജിപ്തിന്റെ തെഹരീർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപ ഭൂമിയാണ്. ഏത് കലാപവും പൊട്ടിപ്പുറപ്പെടുന്നത് ഈ ഒരു തെഹരീർ സ്ക്വയറിലാണ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈജിപ്തിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈജിപ്തിന്റെ ഒരു ത്രെട്ട് വരുന്നുണ്ട്. ത്രെട്ട് വേറെ എവിടെ ഒന്നുമില്ല, HTS തന്നെയാണ്. HTS എന്ന് പറഞ്ഞാൽ അതൊരു പേര് പറയാം, നിങ്ങൾ നോക്കിക്കോളൂ. അഹമ്മദ് അൽ മൻസൂർ പറഞ്ഞ ഈ അഹമ്മദ് അൽ മൻസൂർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ജനിക്കുന്നത് അലക്സാൻഡ്രിയ, ഈജിപ്തിന്റെ അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇയാൾ ജനിക്കുന്നത്. അൽ അവദിയ എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിലാണ് ഇയാൾ ജനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പർ ഈജിപ്റ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ശരിക്കും ആ ഒരു ഏരിയയിൽ അൽ അവദിയ എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിൽ, ഒരു ട്രൈബൽ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഒരു അഹമ്മദ് മൻസൂർ. അഹമ്മദ് മൻസൂർ ഇതിനു മുമ്പ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ, അഹമ്മദ് മൻസൂർ ഈ HTS ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബേസിക്കലി ഒരു MB ഐഡിയോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഈ MB ഐഡിയോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ തുർക്കിയാണ് ഇതിന്റെ പുറകിലുള്ള എല്ലാ. തുർക്കി എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് ഈ വിഷങ്ങളെല്ലാം കൊണ്ട് നടക്കുന്നത്. കാരണം അവർക്ക് ഈ ഓട്ടോമൻ എംപററിന്റെ ആ ഒരു അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ഐഡിയോളജിയാണ് ഈ ഒരു MB ഐഡിയോളജി. അതായത് ഇനി നമുക്ക് പരസ്യമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല,
എന്ത് ഓട്ടോമൻ എംപറർ എന്ന് പറഞ്ഞ ആ ഒരു സാമ്രാജ്യം, ആ ഒരു ഖലീഫറ്റ് സാമ്രാജ്യം ചരിഞ്ഞു വീണിരിക്കുന്നു. ഇനി ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ആൾക്കാരുടെ തലച്ചോറിൽ ഈ ഒരു റിലീജിയന്റെ ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തോണ്ട് ഈ ഒരു ഐഡിയോളജി കുത്തി നിറച്ച് നമുക്ക് ഇങ്ങനെ റിലീജിയൻ സ്പ്രെഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ചതാണ് ഈ ഒരു MB ഐഡിയോളജി. ആ MB ഐഡിയോളജിയുടെ ബേസിക്കിലാണ് ഈ ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു HTS. ഈ HTS എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? അത് കൃത്യമായിട്ട് സിറിയയിലെ അസാദിനെ താഴെ ഇറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു HTS സംഘടന. അത് ഇപ്പൊ പിരിച്ചുവിടുകയും ചെയ്തു. ഇത് പിരിച്ചുവിട്ട ഉടനെ ഈ അഹമ്മദ് മൻസൂർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഇപ്പൊ എയിം ചെയ്യുന്നത് ഈജിപ്റ്റാണ്. കാരണം അയാൾ ഒരു ഈജിപ്ഷ്യനാണ്. കാരണം ഈ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സംഘടന തുടങ്ങിയ സമയത്ത് ലോകത്തെ നാനാഭാഗത്തുള്ള ആൾക്കാർ മൊത്തം അതിനകത്ത് പോയി ചേർന്നായിരുന്നു. അപ്പൊ പല രീതിയിലുള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഘടനയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ആൾക്കാർ തന്നെ അവരുടെ അടുത്തുണ്ടേ, മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും മെമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ഇതേപോലെ പോയ ആൾക്കാരുണ്ട് അവരുടെ കയ്യിൽ. അങ്ങനെ ആ രീതിയിലാണ് അവര് ഷിൻജിയാങ് പ്രൊവിൻസ് എന്ന് പറഞ്ഞ ആ ചൈനയുടെ ഭാഗത്തേക്ക് അവർ കൊടുക്കുന്നത് ത്രെട്ട് അതാണ്. കാരണം ആ ഭാഗത്ത് നിന്ന് അവരുടെ ആൾക്കാരുണ്ട്, മെമ്പേഴ്സ് ഉണ്ട് അവർക്ക്. അതുപോലെ മെമ്പേഴ്സ് ഈജിപ്തിന്റെ ഉള്ളിലും ഉണ്ട് അവർക്ക്. അപ്പൊ ഈ ഒരു ഈജിപ്ഷ്യൻ ടീം ഇപ്പം ഒരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു അസീസിക്കെതിരെ ആ ഒരു ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള വാണിംഗ്, ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അബ്ദുൽ ഫത്ത അൽ സിസിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഈജിപ്റ്റ് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷെ ഇത് മറ്റു രാജ്യങ്ങളൊന്നും സഹായിക്കത്തില്ല. ഈജിപ്റ്റ് ആയാലും ഏത് രാജ്യമായാലും ഇവർ ഈ തീവ്രവാദികൾ അകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ഒരു ഭരണകർത്താവ് എപ്പോൾ ഇറങ്ങി പോകുന്നത് കേട്ടാൽ മതി. ആ രീതിയിലാണ് കാര്യങ്ങൾ. കാരണം ഈ ഒരു ജനങ്ങളുടെ കാരണം ഈ ഒരു അസീസിയുടെ ഭരണം ശരിയല്ല എന്നുള്ളത് ജനങ്ങളുടെ ഒരു വിരോധത്തിന് കാരണമായിട്ടുണ്ട്. ജനങ്ങൾ ഇയാൾക്കെതിരെ വളരെ എളുപ്പത്തിൽ തിരിയാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ഒരു ഡെപ്റ്റ് തന്നെയാണ്. ഏതാണ്ട് 13 ട്രില്യൺ ഉണ്ട് അത്രേ കടം ഈജിപ്തിന്, ഡൊമസ്റ്റിക് കടം. അതുപോലെ എക്സ്റ്റേണൽ ആയിട്ട് തന്നെ $154 ബില്യൺ കടമുണ്ട്. ഇത്രയും കടത്തിലാണ് ഈജിപ്റ്റ് മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ ദാരിദ്ര്യമാണ്, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കറൻസിക്കൊക്കെ ഒരു വാല്യൂ ഇല്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അസീസി ഇങ്ങനെ ഈ ഒരു ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രസിഡന്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതേ ഉള്ളൂ. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനും അത് HTS പോലത്തെ സംഘടന അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഇയാളുടെ ഭരണം അട്ടിമറിക്കാനും അവിടെയും ഒരു MB ഐഡിയോളജിയുടെ ഭരണകൂടം കൊണ്ട് നിലനിർത്താനും അതിനെ ഇതേപോലെ തന്നെ കുറച്ച് ഡെമോക്രാറ്റിക് ഡ്രാമയും ഗിമിക്കൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ലിബറൽ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭരണകൂടം വരാനുള്ള സാധ്യത ഈജിപ്തിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.